ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിച്ച ഒരു ഇഫ്താറിൽ ബഹുമാനപ്പെട്ട പാണക്കാട്ടെ വലിയ തങ്ങൾ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വളരെ നിഷ്പക്ഷ മനസ്സോടുകൂടെ രണ്ട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായി സംവദിക്കാനുണ്ട്. രണ്ട് വികാരങ്ങളാണ് എൻ്റെ മനസ്സിൽ തോന്നിയത് കേട്ടോ. ഒന്നെന്താന്ന് വെച്ചാൽ, ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ ഒരു സമസ്തക്കാരനാണ് അല്ലേ. സമസ്ത എന്ന് പറഞ്ഞാൽ പാരമ്പര്യ ഇസ്ലാം മതവിശ്വാസികളാണ്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പകർന്നു കിട്ടിയ ആ ദീൻ അതിങ്ങനെ അണമുറിയാതെ കൈമാറി കിട്ടി വന്ന അഹ്ലുസുന്ന എന്ന മനോഹരമായ പ്രമേയത്തെ ശിരസാവഹിച്ചവരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലുള്ളവർ. അതിൽപ്പെട്ട ഒരു പ്രധാന ഘടകത്തിൻ്റെ ഔദ്യോഗിക നേതാവാണ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ. അതുകൊണ്ട് തന്നെ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പുത്തൻവാദികളെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് മുജാഹിദാകട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആകട്ടെ, അങ്ങനെയുള്ള വിഭാഗങ്ങൾ. അപ്പോൾ മുജാഹിദിൽ തന്നെ ജിന്ന് വിഭാഗമുണ്ട്, മടവൂർ വിഭാഗമുണ്ട്, KNM ഉണ്ട്, അങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. അതിൽപ്പെട്ട പല നേതാക്കളും ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക വക്താക്കളും സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാകുന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയുടെ പിന്നിൽ മനോഹരമായി അണിനിരക്കുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഒരു സയ്യിദിന്റെ പിന്നിലല്ലാതെ, മുത്തുനബിയുടെ പേരക്കുട്ടിയുടെ പിന്നിലല്ലാതെ, അഹ്ലുബൈത്തിന്റെ പിന്നിലല്ലാതെ ആരുടെ പിന്നിലാണ് നമ്മൾ അണിനിരക്കുക അല്ലേ? അൽഹംദുലില്ലാ, അതൊരു സന്തോഷം നിറഞ്ഞ ഒരു സംഗതിയാണ്. പക്ഷേ രണ്ടാമതെൻ്റെ മനസ്സിൽ തോന്നിയൊരു വികാരം, ഇത് എന്നെ തെറി പറയാനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാമെങ്കിൽ അങ്ങനെ കേട്ടോ, അല്ല നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ നിഷ്പക്ഷമായ ഒരു ആൻസറാണ് എനിക്ക് വേണ്ടത്, അത്രേ ഉള്ളൂ. രണ്ടാമത് എനിക്ക് തോന്നിയൊരു വികാരം എന്ന് പറഞ്ഞാൽ ഒരു സംശയത്തിൻ്റെതാണ്. എന്താണ് അങ്ങനെ തോന്നാൻ കാരണം? ഇതൊരു പറ്റിക്കപ്പെടുന്ന സംഗതിയാണോ? ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ച് അവിടെ കൂടിയ ഭൂരിഭാഗം ആളുകൾ, അതായത് ഇത് സംഘടിപ്പിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്, അവിടെ കൂടിയ ബഹുഭൂരിഭാഗവും മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി സംഘടനയിൽപ്പെട്ട ആളുകളാണ്. അവരുടെ എല്ലാം വിശ്വാസപ്രകാരം ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു മുശ്രിക്കാണ് അല്ലേ. ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെക്കുറിച്ചുള്ള ഈ കൂടിയ ആളുകളുടെ വിശ്വാസം എന്താണ്? തങ്ങളുടെ ആദർശപ്രകാരം തങ്ങൾ ഇസ്ലാമിന് പുറത്താണെന്ന് അല്ലേ. ഈ കഴിഞ്ഞ മാസം മുമ്പ് വരെ പാണക്കാട് മനോഹരമായി മൗലിദ് ഷരീഫ് നടന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച്, പാണക്കാട് നിന്ന് വിളിച്ച് സലാം പറയുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് വിളിച്ച് ആ മൗലിദിൽ സഹായം തേടുന്നുണ്ട്. മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് ചോദിക്കുന്നുണ്ട്. പാണക്കാട് തങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കീഴ്ഘടകത്തിൻ്റെ പ്രസിഡന്റായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള തങ്ങളെക്കുറിച്ച് ഈ സംഘടനകളുടെ അല്ലെങ്കിൽ ഇതിൻ്റെ വക്താക്കളുടെ വിശ്വാസം അദ്ദേഹം ഒരു മുശ്രിക്കാണ് എന്നാണ്. ശരി, ഇനി നിങ്ങളങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ ഏതർത്ഥത്തിലാണ് പാണക്കാട് തങ്ങളെ ഇമാമായി നിർത്താൻ നിങ്ങൾക്ക് പറ്റുക? എൻ്റെ ഒരു സംശയമാണ് കേട്ടോ, തെറിവിളിയല്ല, ആൻസറാണ് എനിക്ക് വേണ്ടത്. ഓരോരുത്തരും പിന്നെ അവരവരുടെ സംസ്കാരം കാണിക്കുമല്ലോ, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ഇനി അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ, ഈ തങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മുശ്രിക്കാണെന്നൊരു വാദമില്ല എങ്കിൽ, ആ വിശ്വാസം പേറുന്ന ഭൂരിഭാഗം വരുന്ന അഹ്ലുസുന്നയുടെ വക്താക്കളെക്കുറിച്ചും നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകാൻ പാടില്ല അല്ലേ? ശരിയല്ല ഞാൻ പറഞ്ഞത്? അപ്പോൾ നിങ്ങളിതൊരു യാഥാർത്ഥ്യമാണ്. ഉമ്മത്ത് ഐക്യപ്പെട്ടു, ഉമ്മത്തൊന്നിച്ചിരിക്കുന്നു, തങ്ങളുടെ പിന്നിൽ അണിനിരക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ കോൾമയിർക്കൊള്ളുന്ന ആളുകളോട് ഞാൻ പറയട്ടെ, ഞാനും അതിൽ വളരെയധികം സന്തോഷിക്കുന്ന ആളാണ്. ഇനി മുതൽ ഈ ഇഫ്താർ ഒരു നാടകമല്ലെങ്കിൽ, ഇതൊരു കള്ളത്തരമല്ലെങ്കിൽ, ഇതൊരു ചതിയല്ലെങ്കിൽ, ഈ കൂടിയ ഒരൊറ്റ ആളും ഇനി മുതൽ സുന്നികൾ മുശ്രിക്കാണ് എന്ന് പറയരുത്, മൗലിദോദൽ ഷിർക്കാണ് എന്ന് പറയരുത്, ഇസ്തിഗാസ ഷിർക്കാണ് എന്ന് പറയരുത്, തവസ്സുൽ ഷിർക്കാണ് എന്ന് പറയരുത്, കൂട്ടുപ്രാർത്ഥന തെറ്റാണ് എന്ന് പറയരുത്, മരണപ്പെട്ടവരുടെ പേരിൽ ഖുർആൻ ഓതി ഹദിയ ചെയ്യൽ തെറ്റാണ് എന്ന് പറയരുത്, ഇതൊക്കെ ബിദ്അത്താണ് എന്ന് പറയരുത്, മൗലിദാഘോഷം ബിദ്അത്താണ് എന്ന് പറയരുത്. ഇതൊക്കെ വലിയ പുണ്യകരമായി ആഘോഷിക്കുന്നവരാണ്, കൊണ്ടാടുന്നവരാണ്, ഉൾക്കൊള്ളുന്നവരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും മനോഹരമായ ആദർശം ഉൾക്കൊള്ളുന്ന വിശ്വാസികൾ. അതിൽ വളരെ അധികം ഔന്നത്യമുള്ള ഒരു നേതാവാണ് ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ. അപ്പോൾ തങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല എന്നാണെങ്കിൽ ഇനി സുന്നികളെ മുശ്രിക്കാക്കാൻ വരരുത്. അല്ലെങ്കിൽ നിങ്ങൾ തുറന്നു പറയണം, ഇതൊരു നാടകം മാത്രമാണ്, ജനങ്ങളെ പറ്റിക്കാനാണ് ഈ ഇഫ്താർ എന്ന്. ഉമ്മത്തിന്റെ ഐക്യമാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ പുറത്തിറങ്ങുമ്പോഴും ഈ ഐക്യം കാണണം. മുസ്ലിം ഉമ്മത്തിനെ മുശ്രിക്കാക്കുന്ന പരിപാടി ഇവിടെ നിർത്തണം, അല്ലെങ്കിൽ തുറന്നു പറയണം. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം.